നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തന്റെ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. തന്റെ വേദന ഇല്ലാതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താൻ പഴയ കണ്ടീഷനിലാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ദേവി കേൾക്കുമായിരിക്കും. ദേവിക്ക് നിഷ്കളങ്കരായ ആളുകളെ വലിയ ഇഷ്ടാ. ഓ, അപ്പൊ എന്റെ പ്രാർത്ഥന എടുക്കില്ല. ഞാൻ ക്രൂരനല്ലേ? ആര് പറഞ്ഞു? ചില കാര്യങ്ങളിലും മാത്രം ഒരു മോശിട്ട സ്വഭാവം, അല്ലെങ്കിൽ വെറും പാവ കുട്ടികളെ പോലെയാ. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്ന ഒരാളോട് എനിക്ക് എന്തിനാ ദേഷ്യം? അല്ല, ഞാൻ തല്ലിയത് കൊണ്ടല്ലേ തനിക്ക്? കൂടെ കൂടെ ഇത് പറയണോ? തല്ലുമ്പോ വസൂരി വരുമെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വസൂരി പരത്തുന്നത് ഗുണ്ടകളായിരിക്കുമല്ലോ. അത് കൊള്ളാലോ. അസുഖമാണെങ്കിലും തമാശയൊക്കെ പറയാൻ പറ്റുമല്ലേ? ഈ പറഞ്ഞത് തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പ്രത്യേകിച്ചൊരു അഭിനന്ദനവും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീക്കണം സാർ. അടുക്കള ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇവിടെ കിടക്കുമ്പോ അതൊക്കെ ആലോചിക്കുമായിരിക്കും അല്ലേ? ആലോചിച്ചു മനസ്സിന് ടെൻഷൻ കൊടുത്താ ഇത് കൂടുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനേ ഇതിനു വേണ്ടി കുറേ സാധനങ്ങളൊക്കെ റെഫർ ചെയ്തതാ. അതിലൊക്കെ കണ്ടതാ. അസുഖം വന്നാ നല്ല സന്തോഷമായിട്ടിരിക്കണം. ഞാനേ നല്ല ഇഷ്ടമുള്ളൊരു പടം വെച്ച് തരട്ടെ, കണ്ടിരിക്കാലോ തനിക്ക്? വേണ്ട സർ, സാറും മാരുതിയൊക്കെ അടുത്തിരുന്നാ മതി. എന്നോട് സംസാരിച്ചാൽ മതി. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സാറ് ക്ഷേത്രനടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർത്തതാ. എനിക്ക് ഇത്തിരി ഭാഗ്യമുണ്ട്. സാറിനെ പോലെ ഒരാളാണല്ലോ എനിക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചത്.